എല്ലാവർക്കും മൈൻക്രാഫ്റ്റിൻ്റെ 15ാമത്തെ എപ്പിസോഡിൽ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കാര്യം നമ്മൾ വീഡിയോ ഇടാൻ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് ബുക്ക് കിട്ടിയിട്ട് നെതറൈറ്റ് ബുക്ക് എന്നാലും നമുക്ക് നെതറൈറ്റ് ആർമർ ആവാനായിട്ടുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആഫ്രിക്ക നിന്നിരുന്നു. അങ്ങനെ ആഫ്രിക്ക നിന്ന് എത്ര 2 സ്റ്റാക്കും 53 എടുത്തിട്ടുണ്ട്. അതേപോലെ ഞാൻ ആഫ്രിക്ക നിൽക്കേണ്ട അടിയിൽ കണ്ടോ, അതാ ഗൈസ് നമ്മളെ ട്രേഡ് കാസ്റ്റ് വളർന്നു. ഗൈസ് ഞാൻ വീഡിയോ എടുക്കുന്ന കുറച്ച് മുമ്പ് ചെറുതായി ഇപ്പോൾ അത് വലുതായിരിക്കുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുറച്ച് പേപ്പറും കാര്യങ്ങളും എടുത്ത് എമറാൾഡ് ആക്കിയിരുന്നു. എമറാൾഡ് പേപ്പർ ആക്കിയാണ്ട് നമ്മുടെ വില്ലേജറുകൾക്ക് കൊടുത്ത് എന്നിട്ട് അതിന് കിട്ടുന്ന എമറാൾഡ് കൊണ്ട് ഗൈസ് നമ്മളിതാ ഒരു ഡയമണ്ട് പാൻറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഞാൻ ആഫ്രിക്ക നിൽക്കുന്ന അടിയിൽ തന്നെ ഒക്കെ കാണിച്ചു തരാം ഈ പാൻറ്റ്. അപ്പോൾ ഗൈസ് അങ്ങനെ ഫുള്ള് ഡയമണ്ട് ആർമറും ആയി. അതേപോലെ തന്നെ ഗൈസ് നമുക്ക് കുറച്ചധികം ആഫ്രിക്ക നിന്നപ്പോൾ ഡയമണ്ട് അയണും കിട്ടി. അതേപോലെ തന്നെ നമ്മളെ ട്രേഡ് കാസ്റ്റ് വളർന്നു ചെയ്ത്. ഗൈസ് നിങ്ങൾ ട്രേഡ് കാസ്റ്റിന് പറ്റിയൊരു പേര് കമൻറ്റ് ചെയ്യും. ഗൈസ് ഇതിന് അയണ് വന്നിട്ടില്ല. ഗൈസ് നമുക്ക് നമ്മുടെ അവിടേക്ക് പോകുക, നമ്മുടെ വില്ലേജറുടെ അടുത്തേക്ക് ഇതാ വരണേ. ഗൈസ് നമ്മൾ അയണും കാര്യങ്ങളൊക്കെ കൊടുത്ത് എമറാൾഡ് ആക്കിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് എമറാൾഡ് കൊടുത്തുകൊണ്ട് ഇവൻ്റെയൊക്കെ ഇതും കൂടി ഉണ്ടാക്കണം. ഈ ക്ലോക്ക് പോലത്തെ സംഭവം അതും കൂടി ഒന്ന് ഉണ്ടാക്കട്ടെ. ശരിക്കും അത് മാക്സിമം ആക്കേണ്ട എന്താ വെച്ചാൽ ഗൈസ് അതിൽ മൂന്നാമത്തേത് ഈ മേലെ കളറുള്ള ഈ സാധനത്തിലാണ് ഗൈസ് അത് ശരിക്കും ഉള്ളത്. ഒക്കെ ഇത് എക്സ്പ്ലോർ ഒക്കെ അതായത് നമ്മുടെ വില്ലേജിൽ ഈ ലെവൽ 3 തുറക്കണ ഈ സാധനമാണ് ഗൈസ്. ശരിക്കും ഇതൊന്നും വേണ്ട, അതിൻ്റെ അടിയത്തൊന്നും ശരിക്കും തുറക്കണ്ട. ഞാൻ വൃദ്ധനെ തുറന്നു. അപ്പോൾ നമുക്ക് ഇവിടേക്കും പോകാം. അതേപോലെ തന്നെ അത് ഇവിടെ വില്ലേജ് എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഇവിടേക്കും നമുക്ക് ഗൈസ് പോകണം. അപ്പോൾ ഇവിടെ ഈ 2 സ്ഥലത്തേക്കും ഗൈസ് നമുക്ക് പോകാം. ഓക്കെ അപ്പോൾ ഗൈസ് പോകുന്നതിന് മുമ്പ് ഗൈസ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വേണം. ഗൈസ് ഇവിടെ ആപ്പിൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകാം. ഓക്കെ അവിടെ ഉള്ള പെട്ടിയിൽ ഏതെങ്കിലും ഒരു ഇതെടുത്തുകൊണ്ട് ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ് അതിൽ നിന്ന് എടുക്കാം. ഓക്കെ ഗൈസ് ഞാൻ അവിടേക്ക് പോകട്ടെ. ഗൈസ് നമുക്കങ്ങനെ അങ്ങോട്ട് പോകാം. ഗൈസ് ഞാനൊരു സ്റ്റാക്ക് ഇതും അതേപോലെ തന്നെ 6 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മൾ ബോംബിൽ ചെയ്തെടുത്തതാണ്. പിന്നെ ഗൈസ് ഇതിൽ കുറച്ച് ഇത് എടുക്കാൻ വെച്ചിന്. ഇതും കൂടി ഒന്ന് ടോർച്ചാക്കിയാണ്ട് പോവുക. പിന്നെ അവിടെ വിളിച്ച് എങ്ങനെ പണി കിട്ടും. ഓക്കെ ഇതൊന്ന് ഓക്കെ ഫുള്ളൊന്ന് ഇതാക്കാം. ഇതൊന്ന് ഫുള്ള് ടോർച്ചാക്കി 2 സ്റ്റാക്കും 40 ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഫുഡും കാര്യങ്ങളും എടുത്തിട്ടുണ്ട്. അത് ക്യാരറ്റ് അല്ലാത്ത മാംസവും കാര്യങ്ങളും പന്നിൻ്റെയും ഇതിൻ്റെയൊക്കെ. നമുക്ക് എവിടേക്ക് പോകണ്ടെന്ന് അറിയില്ല. നമുക്കൂടി അങ്ങോട്ട് പോകാം. ഓക്കെ ഇത് ഏത് ഡയറക്ഷനാണോ എന്തോ റീലോഡാവും. അവിടെ എന്തെങ്കിലും പച്ചപ്പും കാര്യങ്ങളും കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഏത് പാകത്തേക്കാണ്. ഇത് എഴുതിക്കാനും കാണിക്കുന്നില്ല. അതാണിപ്പോൾ വിഷയമായത്. പിന്നെ അവിടേക്ക് ആണെങ്കിലും ഇത് എവിടേക്കാവും നമ്മൾ കുടുങ്ങി. എടുക്കണം. ഇത് റീലോഡാവുന്നില്ല. ഇത് റീലോഡാണെങ്കിൽ അതായത് അവിടെ മാപ്പിൽ സംഭവം കാണിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിയത് സ്ഥലത്തൊക്കെ പോകേണ്ടത്. ഇത് എവിടേക്കാണ് മനസ്സിലാവാതെ നമുക്കിങ്ങനെ എവിടേക്കും പോകാൻ പറ്റില്ല. അത് വേറെ കാര്യം. നമുക്ക് ആ ഡയറക്ഷനിലേക്ക് പോയി നോക്കാം. ഇവിടേക്ക്
അപ്പോൾ ഇവിടോട്ടേക്കല്ല. അപ്പോൾ നമുക്ക് ആ ഡയറക്ഷനിൽ നേരെ പോകട്ടെ. ആ ഭാഗത്തേക്ക് നമ്മുടെ മറ്റേ വില്ലേജിൻ്റെ ആ ഭാഗത്ത് കൂടി ഒന്ന് പോയൊക്കെ ഗൈസ്. ഇത് റീലോഡ് ആവണമെങ്കിൽ, അതായത് ഇങ്ങനെ മാപ്പുമ്മിൽ ഒരു സ്ഥലവും കാര്യങ്ങളും ഇങ്ങനെ വരാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ വന്ന ഇത് കറക്റ്റാണ് ഗൈസ്. നമ്മൾ ഈ വില്ലേജിൻ്റെ അതോളം സ്റ്റെക്കായി നമ്മളെ വില്ലേജിൻ്റെ ഇവിടേക്ക് തന്നെയാണ് ഒരു സ്ഥലം. അപ്പോൾ നമ്മുടെ വില്ലേജിലാകും ഇത് ഉണ്ടാവൽ. ഓക്കെ, അപ്പോൾ നമുക്കിന്നെ അവിടെ ആ മാർക്കുള്ളിടത്തേക്കൊന്ന് എത്തട്ടെ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വില്ലേജ് അതാ ആ ഭാഗത്ത് കഴിക്കണ്ട, അതിൻ്റെ നേരെ അടിയിക്കാണ് ഗൈസ്. അവിടെ അല്ല, കുറച്ച് ഈ സൈഡിലേക്ക് മാറിക്കാണ്ടാണ് ഗൈസ്. കണ്ട അപ്പോൾ നമുക്ക് കുറച്ച് ബാക്കിലേക്ക് വന്നുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്റ്റെപ്പ് പോലെ അടിയിക്കൊന്ന് കുഴിച്ച് പോയി വെക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇന്ന് ആ സ്ഥലം കിട്ടിയാൽ, ആ സ്ഥലമാണോ എന്നറിയില്ല, ചിലപ്പോൾ ഡ്രാഗൻ്റെ അതൊക്കെയാണ് ഗൈസ് നമുക്ക് ലാഭമായി. അവിടെ നിന്നും സാധാരണ കിട്ടും. അഥവാ ഡ്രാഗന് കിട്ടിയ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ വേണമെങ്കിൽ ഡ്രാഗനായിട്ട് കൊല്ലാൻ പോകാം. ഒന്നും നോക്കണ്ട, നമുക്ക് നെതറൈറ്റ് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഈ സ്ഥലത്തേക്ക് എത്തട്ടെ. അപ്പോൾ നിങ്ങൾ എത്തിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കുഴിച്ച് അടിക്കൊരു വട്ടത്തിലൊക്കെ സ്റ്റെപ്പാക്കിയാണ്ട് കുഴിച്ച് നേരെ ഇവിടെ എത്തിക്കണേ. അതായത് നമ്മുടെ എന്താ ഇവിടെ ഒക്കെ ഹെലികോപ്റ്റർ. ഓക്കെ ഗൈസ്, നമുക്ക് ഈ വീഡിയോയിൽ ഗൈസ് ഇത് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ ഗൈസ് കണ്ടോ വെറും 9% ബാറ്ററി. അതുപോലെ തന്നെ ഗൈസ് നമുക്ക് ഫുൾ എക്സ്പ്ലോറും ചെയ്യണം. അതേപോലെ ബുക്ക് കാണിക്കണം ഗൈസ്. അതിൻ്റെ അടിയിൽ വെച്ച് ഇതെങ്ങാനും സ്വിച്ച് ഓഫ് ആയി പോയാൽ ബാക്കി പിന്നെ നമുക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് വിടണം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ 1.5 GB 2 GB ഒക്കെ ഉണ്ട്. അത് കട്ട് ചെയ്ത് പിന്നെ വേണമെങ്കിൽ 400 MB ആകുമ്പോൾ ഗൈസ് വെറും 5 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഫുള്ള് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാം. അപ്പോൾ ഗൈസ് നമുക്ക് മൈൻക്രാഫ്റ്റിൻ്റെ 16ാമത്തെ എപ്പിസോഡിൽ ഗൈസ് നമുക്ക് ഫുള്ള് ഇവിടെ അരിച്ച് പെറുക്കി നെതറൈറ്റ് കണ്ടുപിടിക്കണം. നെതറൈറ്റ് ബുക്ക് ഇതാ ഈ മാപ്പിൽ നിന്ന്. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് ഇതാ ഈ മാപ്പ് ഉണ്ടല്ലോ, ഇത് ഈ വില്ലേജറുകളെ വേറെ ഒന്ന് ഇവിടെ വില്ലേജിൻ്റെ ഫോട്ടോ കാണിക്കണേ, അവിടേക്കും പോകാം. അപ്പോൾ ഗൈസ് ഇതിൽ നിന്ന് എന്തായാലും ബുക്ക് കിട്ടുമെന്ന് ഗൈസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. കിട്ടിയില്ലെങ്കിൽ ഗൈസ് നമ്മൾ മൂഞ്ചി എന്ന് തന്നെ പറയാം. ഓക്കെ, പിന്നെ ഗൈസ് വേറെ ഇവിടേക്കൊക്കെ പോയിക്കാണ്ട് പിന്നെയും ബുക്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഗൈസ് ഇതിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ് നമ്മുടെ ചാനലിലോട്ട് 30 സബ്സ്ക്രൈബേഴ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആക്കി സഹായിക്കുക. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായി നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.